റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉടൻ മരിക്കുമെന്ന വിവാദ പരാമർശവുമായി യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി. പുടിന്റെ മരണത്തോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുമെന്നും പാരീസിൽ വെച്ച് നടന്ന അഭിമുഖത്തിൽ സെലൻസ്കി പറഞ്ഞു. പുടിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് വ്യാപകമായ അഭ്യൂഹങ്ങൾ നിലനിൽക്കെയാണ് സെലൻസ്കിയുടെ പരാമർശം. സമാധാന ശ്രമങ്ങൾക്കിടയിലും യുദ്ധം നീട്ടിക്കൊണ്ടുപോകുവാനാണ് റഷ്യയുടെ ആഗ്രഹമെന്ന് സെലൻസ്കി ആരോപിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് റഷ്യയിൽ സമ്മർദ്ദം ചെലുത്തേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി സെലൻസ്കി ബുധനാഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സെലൻസ്കിയുടെ പരാമർശമെന്നതും ശ്രദ്ധേയമാണ്. അതേസമയം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അവശനിലയിലാണ് പുടിനെ പൊതുവേദികളിൽ കണ്ടിരുന്നത്. കൈകാലുകൾ വിറയ്ക്കുന്നതും നിയന്ത്രണാതീതമായി ചുമയ്ക്കുന്നതുമെല്ലാം പുടിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ആശങ്കകൾ ഉയർത്തിയിരുന്നു. എന്നാൽ ഔദ്യോഗിക പ്രതികരണങ്ങൾക്ക് റഷ്യ ഇതുവരെ തയ്യാറായിട്ടില്ല. 2022 പ്രതിരോധ മന്ത്രി സെർജി ഷോയ്ഗുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ മേശയിൽ തലകുമ്പിട്ടിരിക്കുന്ന പുടിന്റെ വീഡിയോയും വ്യാപകമായി പ്രചരിച്ചിരുന്നു. തുടർന്ന് അദ്ദേഹം പാർക്കിൻസൺസ് രോഗബാധിതനാണെന്നും ക്യാൻസർ ആണെന്നുമുള്ള വാർത്ത പരന്നു. ഇതും റഷ്യ തള്ളിക്കളയുകയായിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി യുഎസിന്റെ നേതൃത്വത്തിൽ നടന്ന സമാധാന ചർച്ചയിൽ ഇരു രാജ്യങ്ങളിലെയും ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം നിർത്തുവാൻ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി റഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് രാജ്യാന്തര വിപണിയിലുള്ള ഉപരോധങ്ങളിൽ ഇളവ് നൽകുവാൻ യുഎസ് തയ്യാറായി. കരാറിൽ ഒപ്പിട്ട് ഒരു ദിവസത്തിന് ശേഷമാണ് സെലൻസ്കിയുടെ വിവാദ പരാമർശമെന്നതും ശ്രദ്ധേയമാണ്. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പുടിന് യാതൊരു താൽപര്യവുമില്ലെന്നും സമാധാന ശ്രമങ്ങളെ കാറ്റിൽ പറത്തുകയാണെന്നും സെലൻസ്കി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി റഷ്യയ്ക്കുമേൽ സമ്മർദ്ദം ശക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ ആഴ്ച മാത്രം 117 ഡ്രോൺ ആക്രമണങ്ങൾ റഷ്യ നടത്തിയെന്നും 3 വർഷമായി തുടരുന്ന യുദ്ധത്തിൽ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണിതെന്നും സെലൻസ്കി തുറന്നടിച്ചു.